നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമുദ്രപാതകളിൽ ആളില്ലാ നിരീക്ഷണം അടക്കം സുരക്ഷ ശക്തമാക്കാൻ അമേരിക്കൻ നിർമ്മിത അതിനൂതന സാങ്കേതിക വിദ്യയുള്ള സായുധ ഡ്രോണുകൾ വാങ്ങാൻ ഒരുങ്ങി ഇന്ത്യ. ഏകദേശം $4 മില്യൺ അതായത് 33,000 കോടി രൂപയുടെ കരാറാണ് യുഎസുമായി അംഗീകരിച്ചിരിക്കുന്നത്. MQ-9B ഗാർഡിയൻ ഡ്രോണുകളാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. ഡ്രോണുകളുടെ കൈമാറ്റം സംബന്ധിച്ചുള്ള അറിയിപ്പ് US കോൺഗ്രസിന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി നൽകിയതാണെന്നാണ് റിപ്പോർട്ട്. $3.99 മില്യൺ 31 MQ-9B സായുധ ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാൻ US അമേരിക്കൻ പ്രതിരോധ ഏജൻസിക്ക് അനുമതി നൽകിയതായി പ്രഖ്യാപിച്ചു. കരാറ് പ്രകാരം ഭാരതത്തിന് 31 ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസുകൾ ലഭിക്കും. അതിൽ നാവികസേനയ്ക്ക് 15 സീ ഗാർഡിയൻ ഡ്രോണുകളാണ് അനുവദിക്കുക. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും കരയിലൂടെ സേവനം ചെയ്യുന്ന 8 ഡ്രോണുകൾ വീതമാണ് ലഭിക്കുന്നത്. 2023 നടത്തിയ US സന്ദർശനത്തിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 31 MQ-9B സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങിയതിനുള്ള താൽപര്യം അറിയിച്ചത്. കരാറിന് US അംഗീകാരം നൽകിയത് ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന സംഭവമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ വാങ്ങുന്ന 31 ഡ്രോണുകൾ കര, നാവിക, വ്യോമസേനകൾ ഭാവിയിൽ ഉപയോഗിക്കും. യുഎസിന്റെ വിദേശകാര്യ നയവും ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ള പരിഗണനകൾക്ക് പിന്തുണയേകുമെന്നും US ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും തങ്ങളുടെ പ്രമുഖ പ്രതിരോധ പങ്കാളികളുടെയും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും ഡ്രോൺ കൈമാറ്റം സഹായമാകുമെന്നാണ് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി പ്രതികരിച്ചത്. ഇൻഡോ പസഫിക്, ദക്ഷിണേഷ്യൻ സമുദ്ര മേഖലകളിലെ രാഷ്ട്രീയ സുസ്ഥിരത, സമാധാനം, സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പ്രമുഖ പങ്ക് വഹിക്കുന്നതാകുമെന്നും ഏജൻസി പരാമർശിച്ചു. നിലവിലെയും ഭാവിയിലെയും പ്രതിരോധ ഭീഷണികൾ നേരിടാൻ യുഎസിൽ നിന്നുള്ള ഡ്രോണുകൾ ഇന്ത്യക്ക് കൂടുതൽ കരുത്തേകുമെന്നും തങ്ങളുടെ സൈനിക ശേഷി കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിവരികയാണെന്നും അക്കാര്യത്താൽ തന്നെ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഡ്രോണുകൾ തങ്ങളുടെ സൈനിക ശേഷിയുള്ള ഭാഗമാകാൻ ഇന്ത്യക്ക് പ്രയാസമുണ്ടാകില്ല എന്നും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി കൂട്ടിച്ചേർത്തിരുന്നു.